ദൈവവിളി എല്ലാവർക്കും ഫ്രീ ആണ്. എല്ലാവർക്കും ഉണ്ട് ഓരോ ദൈവവിളി. സന്യസ്ത ദൈവവിളി, അല്ലെങ്കിൽ വിവാഹത്തിലേക്കുള്ള ദൈവവിളി, ഏകസ്ഥതയിലേക്കുള്ള ദൈവവിളി, അങ്ങനെ പലതരത്തിലുള്ള ദൈവവിളിയാണ്. അത് ഫ്രീ ആണ്, പക്ഷേ വളരെ കോസ്റ്റ്ലിയാണ്. കോസ്റ്റ്ലി എന്ന് ഉദ്ദേശിക്കുന്നത് ആ ദൈവവിളിയോട് നമ്മൾ കാണിക്കുന്ന പരിപൂർണ സമർപ്പണമാണ് അത് കോസ്റ്റ്ലി ആക്കുന്നത്. ഏറ്റവും പുരാതനമായ, ഭാരതത്തിലെ ഏറ്റവും പുരാതനമായ കൊച്ചി രൂപതയിലെ നിയുക്ത പിതാവിൻ്റെ കൂടെയാണ് നമ്മൾ ഇന്നത്തെ പുലർവേള. നമ്മളുടെ വളരെ സന്തോഷമുണ്ട് നമുക്ക് ആദ്യമായി പിതാവിന് ക്യാമറയ്ക്ക് മുൻപിൽ, മെട്രോ 7 പ്രേക്ഷകർക്ക് മുമ്പിൽ കൊണ്ടുവരാൻ സാധിക്കുന്നതിന്. പിതാവെ, വളരെയധികം സ്വാഗതം, ഹൃദ്യമായ സ്വാഗതം. മെട്രോ 7 ന്യൂസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും പിതാവിൻ്റെ ആ ഒരു ജീവിതാനുഭവങ്ങളും ഈ ഒരു അതിപുരാതനമായ കൊച്ചി രൂപതയുടെ അധ്യക്ഷനായിട്ട് വരുമ്പോൾ ആ ഒരു അധികാരത്തിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു നിയോഗത്തിലേക്ക് വരുമ്പോൾ അങ്ങയുടെ മനസ്സിലുണ്ടായിട്ടുള്ള കാര്യങ്ങളുമൊക്കെ പങ്കുവയ്ക്കുവാനായിട്ടുള്ളൊരു വേദിയാണ് ഞങ്ങൾ ഒരുക്കുന്നത്. ജീവിതചര്യയിലേക്ക് തന്നെ വരാം. എങ്ങനെയായിരുന്നു ഈ ഒരു ജീവിതത്തിൻ്റെ ഒരുക്കങ്ങൾ, എങ്ങനെയൊക്കെയായിരുന്നു കുട്ടിക്കാലം മുതലുള്ള? കുട്ടിക്കാലം മുതൽ എന്ന് പറയുമ്പോൾ ഞാൻ കുടുംബത്തിലെ 7ാമത്തെ മകനാണ്. 4 പെണ്ണും 3 ആണും. അതിൽ 7ാമത്തെയാണ് ഞാൻ. 1970 എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പൊതുവെ എല്ലാവർക്കും ദാരിദ്ര്യവും കാര്യങ്ങളൊക്കെയാണ്. അത്യാവശ്യം 1-2 പേര് ജോലി ചെയ്യുന്നുണ്ടാകും. അപ്പനോ അല്ലെങ്കിൽ മൂത്ത മകനോ ആരൊക്കെയെങ്കിലും ആയിരിക്കും. ബാക്കി എല്ലാവരും ആശ്രിതരായിട്ട്, ചിലരൊക്കെ പഠിക്കുന്നുണ്ടാവും, ചിലരൊക്കെ പഠനം നിർത്തി വളരെ ചെറുപ്പത്തിൽ തന്നെ ജോലിക്ക് പോകുന്ന അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. എൻ്റെ വീട്ടിലെ ആദ്യത്തെ 3 പെണ്ണുങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പച്ചന് ടെൻഷനുള്ള ഒരു കാലഘട്ടമായിരുന്നു. 4ാമത്തതാണ് ഒരാണായിട്ട് ഒരാൾ വരിക. അപ്പോൾ അപ്പച്ചനൊരു ചുമട്ട് തൊഴിലാളിക്കായിരുന്നു. അങ്ങനെ അന്നന്ന് ജോലി ചെയ്ത് കിട്ടുന്ന പൈസ കൊണ്ട് ഭക്ഷണം കഴിച്ചു പോകുന്ന ഒരു രീതിയാണ്. അപ്പോൾ അപ്പച്ചൻ വരാനായിട്ട് ഞങ്ങൾ കാത്തിരിക്കും, വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരാനായിട്ട്. അതൊക്കെ ഒരു നല്ലൊരു ഓർമ്മയാണ് എന്ന് പറഞ്ഞു. ഇന്ന് നമ്മൾ പറഞ്ഞാൽ കൊച്ചുകുട്ടികൾക്കൊക്കെ അവർക്ക് ചിരിയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ തോന്നും. പക്ഷേ അതൊക്കെ ഒരു നല്ലൊരു ഓർമ്മയായിരുന്നു. അപ്പം വന്നിട്ടാണ് അന്ന് രാത്രിത്തതും പിറ്റേ ദിവസം ഉച്ചവരെയുള്ള ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം. അത് ആ ഒരു കാത്തിരിപ്പെന്ന് പറഞ്ഞാൽ മിക്കവാറും ഒന്നെങ്കിൽ അപ്പച്ചൻ വരുന്നതിന് മുമ്പേ ഞങ്ങൾ പ്രാർത്ഥനക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാകും. അപ്പച്ചൻ വന്നു കഴിഞ്ഞ് എല്ലാവരും കൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥനയൊക്കെ ചൊല്ലി ആ സമയത്ത് ആരെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയി അങ്ങനെ. പക്ഷേ അത് ഇന്നും നമുക്കതൊക്കെ ചിന്തിക്കാനേ വയ്യ. പക്ഷേ അത് നല്ലൊരു ഓർമ്മ. അതൊക്കെ ജീവിതത്തിൽ ഒത്തിരിയേറെ മൂല്യങ്ങൾ, വിശപ്പിൻ്റെ ആ ഒരു അവസ്ഥയൊക്കെ നമുക്ക് മനസ്സിലാവും, ഇല്ലായ്മയുടെ അവസ്ഥയൊക്കെ മനസ്സിലാവും. ഒരാൾക്കൊന്നുമില്ല, ഡ്രസ്സിൻ്റെയൊക്കെ കാര്യങ്ങൾ, ഉള്ളവനും ഇല്ലാത്തവനുമായിട്ടൊക്കെ അതൊക്കെ വളരെ നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, ഇന്ന് നിൽക്കുമ്പോൾ സാധിക്കുന്നത് അന്ന് നമ്മൾ അനുഭവിച്ചു വന്ന ആ ഒരു കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്കിപ്പോൾ അതില്ലെന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ ഓർമ്മ പഴയ ഓർമ്മയിലേക്ക് വരുന്നത്. അപ്പം അങ്ങനെ ഒരു നല്ലൊരു ശിക്ഷണമായിരുന്നു, നല്ലൊരു അനുഭവമായിരുന്നു അത്. അന്ന് ശരിക്കും ഞങ്ങളുടെ വീട്ടിൽ മാത്രമല്ല, പൊതുവെ എല്ലാവരും നല്ല വീട്ടിലൊക്കെ പ്രാർത്ഥിക്കുന്ന, ദിവസേന പള്ളി പോകുന്ന കുടുംബങ്ങളൊക്കെയാണ് അന്ന് കൂടുതലും. ഞങ്ങൾ ചുറ്റുപാടുള്ള എല്ലാവരും തന്നെ അങ്ങനെയായിരുന്നു. അപ്പച്ചന് പ്രത്യേകമായിട്ട് പള്ളിയിലത്തെ കുർബാന കണ്ടിട്ട്
ജോലിക്ക് പോകുള്ളൂ. അതാണ് പള്ളിയിലേക്ക് പോകാനായിട്ട് സമയം ഇത്തിരി താമസിക്കുകയോ അല്ലെങ്കിൽ എപ്പോഴും ആദ്യം മുതൽ തന്നെ കുർബാന കാണണമെന്ന് അപ്പച്ചന് വളരെ ഒരു നിർബന്ധമാണ്. അപ്പോൾ ചിലപ്പോൾ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു വന്ന് താമസിക്കുകയാണെങ്കിൽ പിന്നെ അപ്പച്ചന് ഒറ്റ ഓട്ടമാണ്. പലരും ആ ഓട്ടം ഇങ്ങനെ അത് ആ പ്രായത്തിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ജനിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അപ്പച്ചന് 10-50 ആ വയസ്സൊക്കെ ഉണ്ട് എൻ്റെ ചെറിയ പ്രായത്തിലൊക്കെ. ഞാനല്ല ഏറ്റവും ഉള്ളത്. അപ്പോൾ അത്രയും ഒരു വലിയൊരു മനുഷ്യൻ പള്ളിയിലേക്ക് ഓടിപ്പോകാമെന്നൊക്കെ പറഞ്ഞ് ആൾക്കാർക്കൊക്കെ അതിശയം. പക്ഷേ അപ്പച്ചന് അങ്ങനെ നിർബന്ധമുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെ രാത്രി ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ കൊന്ത നമസ്കാരം കഴിഞ്ഞിട്ടാണ്. ഞാൻ ആ സമയത്തൊക്കെ വളരെ മടിയനായിരുന്നു. കാരണം നമുക്കിതിനെക്കുറിച്ച് അങ്ങനെ ഒന്നുമില്ല. ഞാൻ മിക്കവാറും കൊന്ത തുടങ്ങുമ്പോൾ തന്നെ ഉറങ്ങിപ്പോകുമായിരുന്നു. ഇളയ മകനാകുമ്പോൾ ഇത്തിരി പുന്നാരമൊക്കെ കൂടുതലായിരുന്നു. അന്നത്തെ കാര്യങ്ങൾ ഇവർ പറഞ്ഞൊക്കെയാണ് എനിക്ക്, ചേച്ചിമാരൊക്കെ പറഞ്ഞാണ് എനിക്ക് അനുഭവം. അപ്പം എന്നിരുന്നാലും ഭക്ഷണത്തിന് എല്ലാവരും ഇരിക്കുമ്പോൾ എന്നെ വിളിക്കും. ഞാൻ കിടക്കണേ ഇരിക്കും. അപ്പോൾ ആ സമയത്ത് ഉറങ്ങണേ ഇരിക്കും. ഇവർ പറയും ഒരു സ്വർഗസ്ഥനായ ചെല്ലിയിട്ട് വാ എന്ന് പറയും. പക്ഷേ ആ സ്വർഗസ്ഥനായ ചെല്ലാൻ വേണ്ടി മുട്ടുകുത്തുമ്പോഴും ഞാൻ ഉറങ്ങും. പകുതിക്ക് വെച്ച് നിർത്തും. അപ്പോൾ ഇവർ പറയും ഇല്ല തുടങ്ങിയിട്ടില്ല, ആദ്യം മുതൽ തുടങ്ങണമെന്ന് പറയും. അപ്പോൾ അതൊക്കെ ഒരു നല്ലൊരു ഓർമ്മയായിട്ട്. പക്ഷേ ആ പ്രാർത്ഥന അന്ന് മുതലുള്ളത് അത് കുടുംബത്തിന് അനുഗ്രഹമായിരുന്നു. അന്നത്തെ ആ ബുദ്ധിമുട്ടൊക്കെ അന്നുണ്ടായിരുന്നെങ്കിലും ഇന്ന് ഞങ്ങൾക്ക് അന്ന് അപ്പച്ചൻ ശീലിപ്പിച്ച അല്ലെങ്കിൽ നമ്മൾ ജീവിച്ച് മനസ്സിലാക്കിയ വിശ്വാസത്തിൻ്റെ ചൈതന്യം എല്ലാ കുടുംബങ്ങളിലും ഉണ്ട്. അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സമ്പത്തായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ചേച്ചിമാരും ചേട്ടന്മാരും അവരുടെ മക്കളും അവരെ വിവാഹം കഴിച്ചേക്കുന്നവരും എല്ലാവരുമായിട്ട് വളരെ നന്നായിട്ടുള്ള കണക്ഷൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. 3 മാസത്തിലൊരിക്കൽ ഞങ്ങളിപ്പോഴും കൂടും. എൻ്റെ ഓർഡിനേഷൻ്റേക്ക് അപ്പച്ചനമ്മച്ചി മരിച്ച ഡെത്ത് ആനിവേഴ്സറിക്ക് ഇതൊക്കെ എല്ലാത്തിനും ഞങ്ങൾ കൂടാറുണ്ട്. വർഷത്തിൽ മിനിമം 2 എണ്ണം ഉണ്ട്, അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ. അതൊക്കെ ആ ഒരു ഇത് കിട്ടിയത് അപ്പൻ്റെ അമ്മയുടെ ആ ഒരു. അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്തൊക്കെയാണ്? അമ്മയെക്കുറിച്ച് പറയുമ്പോൾ അമ്മച്ചി ഇതുപോലെ തന്നെ ജോലിക്ക് പോയിരുന്നു. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എന്നെ നോക്കിയിരുന്നത് എൻ്റെ മൂത്ത പെങ്ങാമാരായിരുന്നു. അമ്മച്ചി ജോലിക്ക് പോകും. മൂത്തവരെന്ന് പറയുമ്പോൾ ഞാനും മൂത്ത ചേച്ചിയുമായിട്ട് 17 വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഓൾറെഡി ഇങ്ങനെ പക്വത പാലിച്ചവരാണ്. അപ്പോൾ അതുകൊണ്ട് എന്നെ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് അമ്മച്ചിയും ജോലിക്ക് പോകുന്നത്. അപ്പച്ചനും അമ്മച്ചിയാണ് ജോലിക്ക് പോകുന്നത്. പിന്നെ ചേച്ചിമാർ വളർന്നു കഴിഞ്ഞപ്പോൾ അന്നത്തെ രീതിയിൽ കിട്ടാവുന്ന ജോലിക്ക് അവരും പോകുമായിരുന്നു. അമ്മച്ചി ഇതുപോലെ തന്നെ രണ്ടുപേരും പ്രാർത്ഥനയുടെ ആ ചൈതന്യത്തിൽ പ്രയാസങ്ങൾ അതിജീവിച്ചിട്ടുള്ളവരാണ്. ആ സമയത്തുള്ള എല്ലാ സ്ത്രീകളും അങ്ങനെയായിരുന്നു. ഞാൻ എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും കാര്യം മാത്രമല്ല, അന്ന് പൊതുവെ എല്ലാവരും നല്ല കുടുംബ പ്രാർത്ഥനയുള്ള കുടുംബങ്ങളായിരുന്നു. ഞങ്ങളുടെ ചുറ്റുവട്ടം ഇല്ല. വിദ്യാഭ്യാസ കാലഘട്ടത്തിനെക്കുറിച്ച് എങ്ങനെയായിരുന്നു? വിദ്യാഭ്യാസ കാലഘട്ടം നമ്മളുടെ എല്ലാവരുടെയും ഓർമ്മയിൽ നമ്മളുടെ പ്രാഥമിക വിദ്യാഭ്യാസവും മറ്റുമൊക്കെ വരുമ്പോൾ ഞാൻ സെൻറ്റ് ലൂയിസ് സ്കൂളിൽ മുണ്ടമ്പയിലാണ് ഞാൻ പഠിച്ചത്. ഒരു ആവറേജ് സ്റ്റുഡൻറ്റ്. അങ്ങനെ വലിയ പഠനത്തിന് അങ്ങനെ വലിയ കൂടുതൽ താല്പര്യമോ അല്ലെങ്കിൽ നല്ല അങ്ങനെയൊക്കെയുള്ളൊരു ഇതിലില്ല. എല്ലാവരും പഠിക്കുന്നു, ഞാനും പഠിക്കുന്നു എന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു നോട്ട് ചെയ്യപ്പെട്ടിരുന്ന ഒരു വ്യക്തി അങ്ങനെയൊന്നും ആയിരുന്നില്ല. അത്രയും ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുള്ളൂ. പിന്നെ 10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ സെമിനാരി ചേരണ കാര്യമൊക്കെ ചിന്തിച്ചത്. അത് ഞാൻ വേറെ എവിടെയും പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സെമിനാരി ചേരുക എന്ന് പറഞ്ഞത് എന്നെപ്പോലുള്ള അന്നത്തെ ആ സാഹചര്യത്തിൽ വീട്ടിലത്തെ ഈ പ്രാർത്ഥന ആ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തി ഓട്ടോമാറ്റിക്കായിട്ട് കയറിപ്പോവും. എന്നോട് പലരും ചോദിക്കുമായിരുന്നു സെമിനാരി പോവുമെന്ന്. അപ്പം ഞാൻ വളരെ സന്തോഷത്തോടെ പറയാം. കാരണം എനിക്ക് അച്ഛന്മാരായിട്ട് ഓൾട്ടർ ബോയ് ആയതുകൊണ്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. അവരിങ്ങനെ കുർബാന ചെല്ലുന്ന സമയത്തൊക്കെ ഞാൻ ശരിക്കും ഇങ്ങനെ നോക്കിയൊക്കെ നിൽക്കുമായിരുന്നു. എനിക്കത് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു ചെയ്യുന്നത്, ഉടുപ്പ് കൊടുക്കുന്നത് അതൊക്കെ എല്ലാം. അപ്പോൾ വാട്ടർ ബോയ് കൂടി ആയതുകൊണ്ട് നമുക്കെല്ലാം അടുത്ത് കാണാമല്ലോ. പിന്നീട് ഞാൻ ചേരണമെന്ന് പറഞ്ഞപ്പോൾ വീട്ടിലെല്ലാവർക്കും സന്തോഷമായിരുന്നു. അപ്പോൾ അങ്ങനെ സെമിനാരിൽ ചേർന്ന് കഴിയുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഇവിടുത്തെ ചിട്ടവട്ടങ്ങളും പഠനം, പ്രാർത്ഥന ഇതൊക്കെ നമ്മൾക്ക് ശീലമുള്ള കാര്യമാണെങ്കിൽ തന്നെയും നമ്മൾ ഈ ലൈഫിലേക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് അതിനുവേണ്ടി മാത്രമായിട്ട് നമ്മൾ വരുമ്പോഴാണ് കൂടുതൽ ഡീപ്പായിട്ട് നമ്മൾ മനസ്സിലാക്കുക സെമിനാരി ജീവിതം എന്താണ്, വൈദിക ജീവിതം എന്താണെന്നൊക്കെയല്ല. അപ്പോഴാണ് എനിക്ക് എൻ്റെ അയോഗ്യതയെക്കുറിച്ചൊക്കെ ഒരു ചിന്ത വന്നത്. പക്ഷേ ഒരിക്കലും ഞാൻ ഒരു തെറ്റ് കാരണം പുറത്തു പോകുക എന്നുള്ളതിലല്ല, എനിക്ക് അതിനുള്ള യോഗ്യതയുണ്ടെന്നുള്ളതാണ് ഞാൻ എപ്പോഴും ചോദിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ആർക്കും അങ്ങനെ മറ്റുള്ളവർക്ക് ആർക്കും അങ്ങനെ ഒരു ഇതില്ല. നന്നായിട്ട് നല്ല സെമിനാരിയൻ എന്ന രീതിയിലുള്ള ഒരു പോക്കാണ് പോകുന്നത്. പക്ഷേ എൻ്റെ
ഉള്ളിലെപ്പോഴും ഒരു ചോദ്യം ഉണ്ടായിരുന്നു, എനിക്കത് പറ്റുമോ, അല്ലെങ്കിൽ ഞാനതിന് യോഗ്യനാണോ എന്നുള്ളത്. ആ ഒരു ചോദ്യത്തിന് ഞാൻ അത് ആരോടും എൻ്റെ സ്പിരിച്വൽ ഫാദറിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് 6ാമത്തെ വർഷത്തിലാണ് ഞാനത് പറയാം. 6-7 വർഷത്തിലേക്കാണ് ഞാൻ പറയാം. ആരായിരുന്നു ഈ സെമിനാരിയിലേക്ക് വരുമ്പോൾ അന്ന് ഇടവക വൈദികനും ഇതിന് കൂടുതൽ പ്രോത്സാഹനം നൽകിയത്? ഒരപ്പനച്ഛനായിരുന്നു. ഒരപ്പനച്ഛൻ്റെ സമയത്താണ് ഞാൻ വാട്ടർ ബേ ആയിരിക്കണത്. കളപ്പുരകളച്ഛനായിരുന്ന സമയത്ത് സെമിനാരിൽ ചേരുമ്പോൾ ഒരപ്പനച്ഛനാണ്. ഈ വൈദിക ജീവിതത്തിലേക്ക് വരുമ്പോൾ ഈ സെമിനാരി കാലഘട്ടത്തിൽ അങ്ങേക്ക് കൂടുതൽ ഈ ഒരു സ്പിരിച്വൽ ഒരു മോട്ടിവേഷൻ നൽകിയ ഒരു വൈദികനെയോ വ്യക്തികളെയോ? മാർക്കച്ഛനായിരുന്നു. മാർക്കച്ഛൻ്റെ ഞങ്ങൾ സെമിനാരി റെക്ടറായിട്ട് എനിക്ക് കൂടുതൽ നാൾ മൈനസ് സെമിനാരിൽ മാർക്കച്ഛന് കിട്ടിയിട്ടില്ലെങ്കിലും മാർക്കച്ഛനുമായിട്ട് ആ മാർക്കച്ഛൻ്റെ ജീവിതം ഒത്തിരിയേറെ എന്നെ സ്പർശിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ ശാന്തത, പിന്നെ എന്തെങ്കിലും കാര്യം വരുമ്പോൾ നമ്മളെ സഹായിക്കുന്ന രീതി, അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത് കുരുത്തർ പിതാവാണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങളന്ന് സെമിനാരിയൻസ് ഫസ്റ്റ് ഇയേഴ്സൊക്കെ തന്നെ ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഓരോ സെമിനാരിക്കാരനോടും ഉണ്ടായിരുന്ന ഒരു അടുപ്പം എന്നുള്ളത് അത് നമുക്ക് ആർക്കും ചിന്തിക്കാൻ പറ്റില്ല. അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് പറയാൻ പറ്റും. കാരണം നമ്മളാരുമല്ല, നമ്മളൊരു ജസ്റ്റ് ഒരു ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞൊരു സ്റ്റുഡൻറ്റിനാ ഇത്രയും വലിയൊരു മനുഷ്യൻ ഇത്രയും കാര്യമായിട്ട് മൈൻഡ് ചെയ്യുന്നു, ചങ്ങാതി എന്ന് വിളിക്കുന്നു. ഞങ്ങൾ എന്ത് കുരുത്തക്കേട് കാണിച്ചാലും, അന്നത്തെ കുരുത്തക്കേടെന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യങ്ങളൊക്കെ ആയിരിക്കും, അതിനെല്ലാം ക്ഷമിച്ച് ഏറ്റവും ഇന്നലെ കൂടി ഞങ്ങൾ സംസാരിച്ചതാണ്. ഞാനും വേറെ എൻ്റെ മാത്സിനും കൂടി, അതായത് പിതാവിൻ്റെ മുറിയിൽ അന്നൊക്കെ ടി വി എന്നൊക്കെ പറഞ്ഞാൽ പിതാവിന് മാത്രമേ ഉള്ളൂ. പിതാവ് കാണാറില്ല. എന്നാലും ഞങ്ങളുടെ സന്തോഷത്തിന് ഞങ്ങൾ ഇടയ്ക്കൊക്കെ പിതാവിൻ്റെ മുറിയിൽ കൊണ്ടുപോയിട്ട് ഏതെങ്കിലും നമ്മൾ എന്താണെങ്കിലും മതിയില്ലേ, ടി വി കാണുക എന്നുള്ളത് തന്നെ അന്ന് സന്തോഷമാണ്. അങ്ങനെ കാണിക്കാൻ ഞങ്ങൾ എല്ലാവരും സന്തോഷത്തോടെ പോകും. അപ്പോൾ പിതാവ് വിളിക്കുന്ന ഒരു കോളിംഗ് ബെല്ലുണ്ട്. ആ കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ടാൽ ഞങ്ങൾക്ക് അന്ന് ഉത്സവമാണ്. കാരണം പിതാവിൻ്റെ അടുത്ത് പോവാം, പിതാവിൻ്റെ മുറിയിൽ പോയിട്ട് എന്തെങ്കിലും കാണാം. അല്ലെങ്കിൽ പിതാവ് പറയണ എന്തെങ്കിലും ലെറ്ററിൻ്റെ സ്റ്റാമ്പ് ഒട്ടിക്കലാകാം, അല്ലെങ്കിൽ പിതാവിൻ്റെ ഒരു ക്ലാസ് ആകാം, ഉപദേശമാണ്, എന്തും ആ ഒരു കോളിംഗ് ബെല്ല് വന്നാൽ പിന്നെ ഞങ്ങൾക്ക് അന്ന് ഉത്സവമാണ്. കാരണം ഇത്രയും തിരക്കുള്ളൊരു മനുഷ്യൻ ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ട് സമയം ഇങ്ങനെ ഞങ്ങൾ ചോദിക്കാതെ തന്നെ മക്കളെ നിങ്ങൾ വാന്ന് പറയുമ്പോൾ, ഇനി മുറിയിൽ ചെല്ലുമ്പോൾ എങ്ങനെയാണെങ്കിലും പിതാവ് നല്ല മിഠായിയൊക്കെ തരും. കുരുത്തറ പിതാവ് എല്ലാവരെയും ഒരു കുടക്കീഴിലേക്ക് ചേർത്ത് പ്രത്യേക താല്പര്യങ്ങളുണ്ട്. ചില സമയത്ത് പിതാവ് ചോദിക്കാതെ തന്നെ ഞങ്ങൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് മിഠായി കഴിക്കും. തെറ്റ് തന്നെയാണ്. പിതാവ് എന്ത് ചെയ്യുമെന്നറിയോ? പിതാവ് ഞങ്ങൾ തീർത്ത് വെക്കണ ഇതില്ലേ ബോക്സ്, അത് നിറച്ച് വെക്കും. പിറ്റേ ദിവസം ചെല്ലുമ്പോൾ അത് നിറഞ്ഞിരിപ്പുണ്ടാവും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ നമ്മുടെ വീട് പോലെ കരുതുക, നിങ്ങളല്ലേ കഴിക്കണം, അത് വെറുതെ കളയുന്നതല്ലല്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളറിയാതെ തന്നെ പിതാവ് ആ ഡെപ്പി അത് വീണ്ടും നിറച്ച് വെക്കും. ഞങ്ങൾ എടുക്കാൻ വേണ്ടി തന്നെ പിതാവ് ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു വീട്ടിൽ നിന്ന് നമ്മൾ അകന്നു പോകുന്ന ആ ഒരു വേദനയും ആ ഒരു ഇതൊക്കെ എല്ലാം പെട്ടെന്ന് തന്നെ പിതാവിൻ്റെ ആ ഒരു സാന്നിധ്യം കൊണ്ട് നമ്മളെ എങ്ങനെയും മാറ്റിയെടുക്കും. കുട്ടിക്കാലത്തും സെമിനാരി ജീവിതത്തിലൊക്കെ മുണ്ടമ്പേലി പള്ളി വഹിക്കുന്ന ഒരു പങ്ക്, അതിൻ്റെ ചെലുത്തിയൊരു സ്വാധീനം വളരെ വലുതായിരിക്കുമല്ലോ ജീവിതത്തിൻ്റെ ഉടനീളം. ഇപ്പോഴും ആണ്. എത്രത്തോളമാണ് മുണ്ടമ്പേലി പള്ളിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ കിട്ടുന്നത്? മുണ്ടമ്പേലി പള്ളി എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് യാക്കോസ്ലിയാനാണ് എനിക്ക് ഓർമ്മ വരുള്ളൂ. എന്ന് പറഞ്ഞാൽ ഞാൻ പലപ്പോഴും പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, യാക്കോസ്ലിയ എൻ്റെ ഹീറോയാണെന്ന് പറയും. കാരണം അത്രത്തോളം ആ രൂപത്തിന് മുമ്പിൽ എന്നെപ്പോലുള്ള ആ സമയത്തുള്ള കാലഘട്ടത്തിലെ കുട്ടികളൊക്കെ അത്രത്തോളം പ്രാർത്ഥിക്കും. എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു ആവറേജ് സ്റ്റുഡൻറ്റാണ്, ചിലപ്പോൾ ഹോംവർക്കൊന്നും ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ അന്ന് അടി കിട്ടുന്ന ദിവസമാണെങ്കിൽ നേരെ പോണത് യാക്കോസ്ലിയുടെ മുമ്പിലാണ്. അതിങ്ങനെ പ്രാർത്ഥിക്കും, എഴുതിയിട്ടില്ല അല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്തിട്ടില്ല, എങ്ങനെയൊക്കെയോ നമ്മളന്ന് രക്ഷപ്പെടും. കൂടെ നിന്നോളണേ. അത് തന്നെ. അന്നത്തെ ആ കുട്ടികളുടെ എല്ലാവരുടെ, ഞാൻ മാത്രമല്ല, അന്നത്തെ ആ കുട്ടികളുടെ എല്ലാവരും തന്നെ അങ്ങനെയായിരുന്നു. കാരണം ഇന്നത്തെ അത്ര ആ ഒരു സാമ്പത്തിക സ്ഥിതിയോ പഠനത്തിനുള്ള ഇൻട്രസ്റ്റോ അങ്ങനെയുള്ളതൊന്നും ഇല്ല. നമ്മൾ ആ ഒരേ രീതിയിൽ പോകുന്നവരായിരുന്നു. ഒരു ഡിവിഷനൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പള്ളിയുടെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണല്ലോ സ്കൂൾ. അപ്പോൾ അതുകൊണ്ട് ഈസിയാണ് യാക്കോസ്ലിയെ കണ്ടിട്ട് പോകുക. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് ആരുമില്ലെന്ന് തോന്നുന്ന സമയത്ത് ഏതൊരു ചെറിയ കുട്ടിക്കും ഏതൊരു മുതിർന്ന പിതാവിനോ മാതാവിനോ ഒരു പ്രത്യേക ശക്തി അന്ന് അല്ലെങ്കിൽ ഇന്നും എനിക്ക് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും കിട്ടുന്ന ഒരു വലിയൊരു ധൈര്യമാണ് യാക്കോസ്ലിയ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതല്ലേ ശരിക്കുള്ള ഹീറോ എന്ന് പറയുന്നത്. നമുക്ക് തരുന്ന ഒരു ഊർജം, അതൊരു അന്നും ഇന്നും എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്.
ഞാനത് ഇവിടെ പ്രസംഗം പറയുമ്പോഴും ഞാൻ പറയും യാക്കോസ്ലി എൻ്റെ ഹീറോയാണെന്ന്. കാരണം അത്രത്തോളം അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും തന്നിട്ടുണ്ട്.